പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാന്തി ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തണം. ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയണം. ശരിക്കും പറഞ്ഞാൽ 2 പതിറ്റാണ്ടാകാൻ പോവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട സേവർക്കാനും വട്ടാലിച്ചനോട് തുടങ്ങി വെച്ച ആ ഒരു ചെറിയ ശുശ്രൂഷ എത്രയോ കാലഘട്ടങ്ങളിലൂടെ ഈശോ പ്രവർത്തിച്ച് അല്ലേ, വലിയൊരു അനുഗ്രഹമായില്ലേ. സഖിയോ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് പ്രത്യേകം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ അതിനുശേഷം കുറച്ചു കാലം ഞാൻ അവിടെ ശുശ്രൂഷകൾ ചെയ്തു. പിന്നെ ബഹുമാനപ്പെട്ട ജോസ് ആലിക്കുന്നേലച്ചൻ അവിടെ ഡയറക്ടറായിട്ട് വന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചനാണ് സഖിയോ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തലമുറകളുടെ ശുശ്രൂഷയാണ്, ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് ഈ അഭിഷേകാന്തി ശുശ്രൂഷ. ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചനും അഭിഷേകാന്തിയുടെ ഞായറാഴ്ച രാത്രി 8 മണിക്കുള്ള ശാലോം ടിവിയിലുള്ള ഈ അഭിഷേകാന്തി ശുശ്രൂഷ എപ്പിസോഡുകളിൽ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചനും ഇടയ്ക്ക് വരുന്നതാണ്. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു വരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ ശുശ്രൂഷകൾ കർത്താവിന്റെ ആത്മാവ് നയിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. റോമാ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ തിരുവചനം നല്ല വചനമാണ്. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിന്റെ ദയയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൃപയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ കർത്താവ് നമ്മുടെ മേൽ കൃപ തോന്നണം. കർത്താവ് കൃപ കാണിക്കാൻ മറന്നുപോയോ എന്ന് സങ്കീർത്തനം, കൃപയുടെ വാതിൽ കരുണയുടെ വാതിൽ അടച്ചോ എന്ന് സങ്കീർത്തനം 77 ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാം നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയാണ്, എല്ലാം പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അവിടുന്ന് കൃപ തന്നതുകൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. അവിടുത്തെ കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കൃപയാണ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് കൃപ തന്ന് ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയുടെ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഓരോരുത്തർക്കും വേണ്ട കൃപകൾ അവിടുന്ന് നൽകണമേ കർത്താവേ. ഓരോരുത്തർക്കും വേണ്ട കൃപകൾ നൽകണമേ കർത്താവേ. ജ്ഞാനം വേണ്ടവന് ജ്ഞാനം കൊടുക്കണമേ. വിശുദ്ധി വേണ്ടവന് വിശുദ്ധിയുടെ കൃപ നൽകണമേ.
സ്നേഹത്തിൽ കുറവുള്ളവർക്ക് സ്നേഹത്തിന് കൃപ കൊടുക്കണമേ. എളിമ കുറവുള്ളവർക്ക് എളിമ കൂടുതൽ നൽകണമേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, നയിക്കണമേ. ആരാധന ആരാധന ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ഓ കർത്താവായ ദൈവമേ, പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യത്തിന് ഒരുപാട് ഞെരുങ്ങി. അപ്പോൾ പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഈ മുള്ളെടുത്ത് മാറ്റണം, ഈ ബലഹീനത എടുത്ത് മാറ്റണം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, നിനക്കെന്റെ കൃപ മതി. കർത്താവെ, ഒരുപാട് ബലഹീനതകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും കോപിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമാണ്. ദൈവമേ, മദ്യപിക്കണമെന്ന് അത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വീണ് പോകാം. ദൈവമേ, എത്രയോ തവണ തീരുമാനമെടുത്തു അശുദ്ധ പാപങ്ങളിൽ വീടിരുന്ന്, പക്ഷേ പെട്ടെന്ന് പൊടുന്നതിനെ വീണ് പോകുകയാണ്. ഒരുപാട് ബലഹീനതകൾ, ഒരുപാട് കുറവുകൾ. ദൈവമേ, ചിലപ്പോൾ ഞങ്ങളെ തന്നെ പലപ്പോഴും നിരാശയോടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവെ, സഹായിക്കണം. ബലഹീനതകൾ അവിടുത്തെ കൃപ നൽകണം. കൃപ മതി കർത്താവ്, എന്നൊക്കെ അവിടുത്തെ കൃപ മതി കർത്താവ്. കർത്താവ്, ഞങ്ങളെ സഹായിക്കണം. കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സഹായിക്കണം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി വലിയ ദാഹത്തോടെ കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കർത്താവേ, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ഈശോയെ, പലപ്പോഴും പല കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അവസാനിപ്പിച്ചാലോ, നിർത്തിയാലോ, ഇതൊക്കെ ഇട്ടിട്ട് പോയാലോ, അങ്ങനെ അതുപോലെ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയത്തില്ല. വഴികളെല്ലാം അതിഞ്ഞടങ്ങുക, വാതിലുകളൊന്നും തുറക്കപ്പെട്ടിട്ടില്ല. പ്രാർത്ഥിച്ച് മടുത്തു. കർത്താവേ, എന്റെ ദൈവമേ, അവിടുന്ന് കൃപ തന്നാൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പസ്തോലന്മാര് എത്രയോ പ്രതിസന്ധികൾ, എത്രയോ പ്രശ്നങ്ങൾ, എന്നാൽ അവിടുന്ന് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് അവരെല്ലാം ചാടിക്കിടന്ന്. സങ്കീർത്തനം 18:29, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ കൃപയാൽ ഞാനിതെല്ലാം ചാടിക്കിടക്കും. ദൈവമേ, കർത്താവേ, പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകാൻ അവിടുത്തെ കൃപ നൽകണം. കർത്താവിനെ കാത്തിരിപ്പോർ ശക്തിയിൽ നിറഞ്ഞിടും. കർത്താവിനെ കാത്തിരിപ്പോർ ശക്തിയിൽ നിറഞ്ഞിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ കൂടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഉയർത്തി കൈയടിച്ച് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിന് മേൽ കർത്താവ് എളിയ ദാസൻ കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവ് തിരുസഭയോട് ചേർന്നാണ് കരങ്ങൾ ഉയർത്തുന്നത്. ബഹുമാനപ്പെട്ട സേവക പട്ടാച്ചൻ ആത്മീയ കൂട്ടായ്മയിലാണ്. ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കർത്താവേ, ഓരോ ആശീർവാദത്തിന്റെ സമയത്ത്, ഓരോ പ്രാർത്ഥനയുടെ സമയത്ത് വേണ്ട കൃപകൾ വർഷിക്കപ്പെടുമെന്ന് കർത്താവേ അനേകല്ല വിശുദ്ധാത്മകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ. കർത്താവെ, അളന്നല്ലല്ലോ കൊടുക്കുന്നത്, അളവ് കൂടാതെ കൊടുക്കണം, അളവ് കൂടാതെ കൃപകൾ വർഷിക്കണം. ദൈവമേ, ദൈവമേ,
അളവില്ലാത്ത കൃപകൾ നൽകണമേ. മനസ്സ് നിറയട്ടെ, മനസ്സ് നിറയട്ടെ, ആവോളം കൃപകൾ സ്വീകരിക്കട്ടെ. ഓ കർത്താവേ, വിശുദ്ധ പൗസേന കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തി നീ നിനക്ക് സ്വീകരിക്കാൻ പറ്റുന്ന അത്ര കൃപ സ്വീകരിക്കുക. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുറച്ചുകൂടി ശക്തിപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയാ. Hallelujah. Praise the Lord. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കുറച്ചുകൂടി ശക്തിപ്പെടണം. പ്രാർത്ഥനയുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും, ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ശക്തിപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം നമ്മളെ ശക്തിപ്പെടുത്താനും ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പത്രോസിലേക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാം തിരുവചനം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:15, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നമ്മളെ വചനം കേൾക്കാൻ വിളിച്ച കർത്താവ്, യേശുവിനെ അറിയാൻ വിളിച്ച നമ്മുടെ കർത്താവ് അല്ലേ, വലിയൊരു അനുഗ്രഹമാണ്. ചിലരെ സംബന്ധിച്ച് ദൈവവിളിയിലേക്ക് കർത്താവ് വിളിച്ചു, കുടുംബജീവിതത്തിലേക്ക്, സമർപ്പണ ജീവിതത്തിലേക്ക്, പൗരോഹിത്യ ജീവിതത്തിലേക്ക്, അങ്ങനെയെല്ലാം നമ്മളെ വിളിച്ച കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ ദൈവാത്മാവ് അരുളി ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് വരുന്തോറും ഒരുപാട് നമ്മൾ ശക്തിപ്പെട്ട് വരും. ലേവ്യരുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനം, അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പത്രോസ്ലേഖ പുതിയ നിയമത്തിൽ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപം പഴയ നിയമത്തിൽ പുരോഹിതന്മാരോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വചനമാണ്, ദൈവജനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വചനമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധിയിലേക്ക് വരുവിൻ. അങ്ങനെ നമ്മൾ ശക്തിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, വളരെ പണ്ട് കേരളത്തിലൊരു സുവിശേഷ പ്രഘോഷകൻ പറഞ്ഞൊരു നല്ല ഉദാഹരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ അറേബ്യൻ നാടുകളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഡീസലും പെട്രോളും ഒക്കെ ക്രൂഡ് ആയ ഒരു മെറ്റീരിയൽ, അത് ഒരു റൗണ്ട് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതെന്താകും? അതിന് മണ്ണെണ്ണയായിട്ട് രൂപാന്തരപ്പെട്ടു. ഒരു റൗണ്ട് ശുദ്ധീകരണം കഴിഞ്ഞാൽ മണ്ണെണ്ണ തീ പിടിക്കുമോ? മണ്ണെണ്ണ തീ പിടിക്കും, നനഞ്ഞ് കത്തി പതുക്കെ ഇങ്ങനെ കത്തിപ്പിടിച്ച് കയറി വരും. ഓരോ റൗണ്ടും കൂടെ ശുദ്ധീകരിച്ചാൽ അത് പെട്രോളായിട്ട് മാറ്റപ്പെടാം. അത് ഈ മണ്ണെണ്ണയേക്കാൾ കുറച്ചുകൂടെ വേഗത്തിൽ തീ പിടിക്കും. ഓരോ റൗണ്ടും കൂടെ ശുദ്ധീകരിച്ചാൽ അത് ഡീസലായിട്ട് രൂപാന്തരപ്പെടും അല്ലേ. മറ്റേതിനേക്കാൾ അത് കുറച്ചുകൂടെ പെട്ടെന്ന് തീ പിടിക്കും. ഓരോ റൗണ്ടും കൂടെ ശുദ്ധീകരിച്ചാൽ അത് ഗ്യാസായിട്ട് മാറ്റപ്പെടും. ചിലപ്പോൾ ഓർഡറൊക്കെ വ്യത്യാസം ഉണ്ടാവും, എനിക്കറിയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഉരച്ചാൽ അവിടെ കത്തും. അതിനകത്ത് നിന്ന് ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കാണ്, ശുദ്ധീകരണത്തിലൂടെയാണ് ശക്തീകരണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മളെ തന്നെ എത്രമാത്രം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു, അതിനാനുപാലികമായി നമ്മളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായത്തിൽ 19-20 തിരുവചനങ്ങൾ, ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു, ഞാൻ നിഷ്ഠയോടെ പെരുമാറി, ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു, ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു, ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ
കണ്ടെത്തി. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പോൾ പ്രഭാഷകൻ പറയാണ്, ജ്ഞാന തൃഷ്ണ എന്നെ ഭയങ്കരമായിട്ട് ഉള്ളിൽ വരികയാണ്. ഞാൻ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവമേ ജ്ഞാനത്തെ അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് ജ്ഞാനമില്ല, ജ്ഞാനത്തെക്കുറിച്ചുള്ള അജ്ഞത ഓർത്ത് ഞാൻ പ്രലപിച്ച് എന്തൊരു കഷ്ടമായി പോയി. എന്നിട്ട് പറയുകയാണ്, എന്ത് ചെയ്തു? ഞാൻ പതുക്കെ പതുക്കെ ദൈവത്തിന്റെ സഹായത്താൽ എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവളെ ഞാൻ കണ്ടെത്തി. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പോൾ ഒരു ശുദ്ധീകരണത്തിലൂടെ ഒരു ശക്തീകരണം കറക്റ്റാണ് സഹോദരങ്ങളെ, അത് സത്യമാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ തുടങ്ങിയാൽ, ശുദ്ധീകരിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തന നിരതരാകാൻ വേണ്ടി തുടങ്ങും. മറ്റൊരു ഉദാഹരണം പുതിയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായത്തിൽ 21-ാം തിരുവചനം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 21. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗ്യത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ പത്രോസ്കാരുടെ അടുത്ത് ശിമയോൻ എന്ന് പറയുന്ന ഒരാൾ ചെല്ലുകയാണ്. ആ ശിമയോൻ എന്ന് പറയുന്ന വ്യക്തി മന്ത്രവാദം പല ഏർപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ ചില വ്യക്തി പറയുമ്പോൾ പത്രോസ്ലീഹ പറയാണ്, പത്രോസ്ലീഹ അങ്ങ് ആരുടെ തലയിൽ കൈവച്ചാലും അവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യണം, ആ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഏർപ്പാട് എനിക്കും തരണമെന്ന് പറഞ്ഞിട്ട് ശിമയോൻ എന്ന് പറയുന്ന വ്യക്തി ഈ പത്രോസ്ലീഹയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പത്രോസ്ലീഹ പറയാണ്, നിനക്ക് ഈ വിഷയത്തിൽ പരിശുദ്ധാത്മ വിഷയത്തിൽ യാതൊരു ഭാഗഭാഗ്യത്വമോ അവകാശമോ നിനക്കില്ല. നിനക്ക് അഭിഷേകത്തിന്റെ കണുക പോലെ നിനക്ക് കിട്ടിയല്ല. എന്താ കാരണം? നിന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധി ശുദ്ധമല്ല. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പോൾ ശുദ്ധമായിരിക്കുന്ന ഒരു ഹൃദയത്തിലുള്ള അടുത്തൊരു പ്രത്യേകതയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തിപ്പെടും. പഴയ നിയമത്തിലും മറ്റൊരു വചനം വെളിപ്പെടുത്താം. ജോഷുവയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന് 5-ാം തിരുവചനം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമെൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ ദൈവസഹായത്തിൽ വിശുദ്ധീകരിക്കുന്നുവോ അതുപോലെ ദൈവത്തിന്റെ അത്ഭുതങ്ങളും പ്രവർത്തികളും നമ്മളിലൂടെ തന്നെ അനേക സ്ഥലങ്ങൾ വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് ശക്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു വിശുദ്ധീകരണത്തിനുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കണം. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യമായ വിശുദ്ധ പാത്രമാകും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പോൾ സ്ത്രീ അവിടെ വെളിപ്പെടുത്തുകയാണ്, അതായത് ഒരു വ്യക്തി തൻ്റെ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന്, സുഖലോലഭതയിൽ നിന്ന്, വചനലംഘനങ്ങളിൽ നിന്ന് തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ശ്രേഷ്ഠമായ ഉപയോഗത്തിനുള്ള ഒരു ബെസ്റ്റ് പാത്രമായിട്ട് രൂപാന്തരപ്പെടും. പൗലോസ്ലീഹായെ കുറിച്ച് ദൈവത്തിന്റെ നന്മ വെളിപ്പെടുത്തുന്നുണ്ട് അല്ലേ? വിജാതിയർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, ബൈബിളിൽ ഒരുപാട് വചനങ്ങൾ വിശുദ്ധീകരണത്തിലൂടെ വലിയ ഒരു ശക്തീകരണം നടക്കുമെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. സഫാനിയയുടെ പുസ്തകം 3:9, കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ച് അപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പോൾ ഇതിനകത്ത് ഈ വചനം കേൾക്കുന്ന അനേകം പേര് ശക്തമായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ശക്തമായ സുവിശേഷ വേല ചെയ്ത് വലിയ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അധരങ്ങളിൽ വലിയൊരു വിശുദ്ധീകരണം നടക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നടക്കുക? നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ ദിവസവും സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പോയി സംബന്ധിക്കാൻ തുടങ്ങിയാൽ നീ അറിയാതെ തന്നെ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ജോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 5-ാമത്തെ തിരുവചനം. സത്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു.
എന്ന് പറഞ്ഞാൽ ജോബിൻ്റെ പുത്രന്മാര് ചില ആഘോഷങ്ങൾക്ക്, ചില ഗാദറിങ്ങൾക്ക്, ചില പരിപാടികൾക്കെല്ലാം പോയിട്ട് ആകെ ഒരു കുളമായിട്ടാണ് വന്നിട്ടുണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് ജോബ് തൻ്റെ മക്കളെ പിറ്റേ ദിവസം അതിരാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അന്നത്തെ കാലത്തുള്ള ബലികൾ അർപ്പിക്കുകയാണ്, ദഹനബലി അർപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനു വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് മാത്രമല്ല, നമ്മളിലൂടെ അവരെ വിശുദ്ധീകരിക്കാൻ ദൈവം ഇടവരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം, യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിനും സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലി അർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹാ നമുക്ക് വേണ്ടി കുരിശിൽ ബലി അർപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ ബലി തന്നെയാണെന്ന് ഓരോ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളൊക്കെ പ്രത്യേകം ഓർക്കണം. അപ്പോൾ രാവിലെ സ്കൂളുണ്ട്, ട്യൂഷനുണ്ട്, സംഗതിയെല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ, ഇനി ഉള്ള സമയത്ത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുക. അത് രാവിലെ എന്തൊരു വിശുദ്ധ കുർബാനയ്ക്ക് പോവുക. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും, ഒരുപാട് മേഖലകളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അടുക്കൽ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുക. ആണ്ടുവട്ടത്തിന് ഇപ്പോൾ പെസഹാത്തൊക്കെ കഴിഞ്ഞോ, അല്ലെങ്കിൽ ആണ്ടുവട്ടത്ത് അങ്ങനത്തെ ഒരു കുമ്പസാരം അല്ല, അടുക്കൽ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുക. കുമ്പസാരിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും, ഒരു ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും, വലിയൊരു ശക്തീകരണം സംഭവിച്ചുകൊണ്ടിരിക്കും. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 9-ാം തിരുവചനം, എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവ കൂടെയുള്ള കുമ്പസാരം, കൂടെയുള്ള ആ കൂദാശ സ്വീകരിക്കുക വഴി നമ്മളൊരു വിശുദ്ധീകരണം നടക്കും. എൻ്റെ സഹോദരങ്ങളെ, ദിവസവും കുമ്പസാരിച്ച് ചില വിശുദ്ധരുണ്ട്. അത് സംശയ മനസാക്ഷി കൊണ്ടല്ല, പിന്നെയോ കൂടുതൽ വിശുദ്ധീകരിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ്. വലിയ മാരകമായ പാപം ചെയ്തതുകൊണ്ടല്ല, ചെറിയ പാപങ്ങൾ എടുത്തു കളഞ്ഞ് അവർ ശക്തിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ ചെറിയ വാട്സപ്പ് ടോക്കിൽ എത്ര സാക്ഷ്യങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് അറിയോ സഹോദരൻ? 5 മണിക്കകത്ത് ചെറിയ ടോക്കില്ലേ, അതായത് ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു കുമ്പസാരം നടത്തി, ആ കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസത്തെക്കുറിച്ച് എത്ര സാക്ഷ്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധീകരണം നടക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ശക്തീകരണം നടത്തുകൊണ്ടിരിക്കും. യോഹന്നാന് ശേഷം 15-ാമത്തെ അധ്യായത്തിന് 3-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ വചനം നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും എവിടെയെങ്കിലും സമയം കണ്ടെത്തി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള വചനവായന കൂടാതെ ഏറ്റവും ചെറുപ്പം അരമണിക്കൂർ വചനം വായിക്കാൻ വേണ്ടി തുടങ്ങിയേ എൻ്റെ സഹോദരൻ, നമ്മൾ അറിയാതെ നമ്മൾ ഭയങ്കര ശക്തി, ഒരു കൃപ അങ്ങോട്ട് വന്നെന്നറിയും. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിന് 22-ാം തിരുവചനം, ഏലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം മലിനം വലിയ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഏലീഷയുടെ അടുത്ത് ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നു. ഏലീഷ കംപ്ലൈൻ്റ് അല്ല, ഒരു ആവശ്യം പറയുന്നു. ഉടനെ ഏലീഷ ഒരു പാത്രത്തിൽ ഉപ്പെടുത്ത് എന്നിട്ട് ഇന്നീ വെള്ളം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വെള്ളം അതിനാൽ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിലും മനുഷ്യൻ്റെ സ്ഥിതി എന്താണ് എൻ്റെ സഹോദരങ്ങളെ? എഫേസ്യസ് ലേഖനം 5:26, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാമോദീസായിലൂടെ അതിനുശേഷം വചനം കൊണ്ട് വെണ്മയുള്ളതാക്കി മാറ്റി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുക്കൽ കുമ്പസാരിക്കുന്നത് കൂടാതെ എല്ലാ ദിവസവും തന്നെ കുറേ സമയം വചനം വായിക്കുക, നമ്മൾ വലിയൊരു ശക്തീകരണം നടക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൂദാശകളിൽ ഒരു ഗണം അങ്ങനെ, അല്ലാതെ തന്നെ മറ്റൊരു ഗണമുണ്ട്. അതാണ് നമ്മൾ ഹോളി വാട്ടർ ഉപയോഗിക്കുക, വെഞ്ചിരിക്കുക, പ്രാർത്ഥിക്കുക. ഇതിലൂടെ എല്ലാം ഒരു ശുദ്ധീകരണമാണ് നടക്കുന്നത്. യെസക്കേൽ പ്രവചനത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 25-ാം തിരുവചനം, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും,
നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് മാമോദീസ എന്നോ ഈശോയുടെ കുരിശുമരണം എന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കാനുണ്ട്. തിയോളജിക്കലായിട്ട് പല സംഗതികളുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹോളി വാട്ടർ ഉപയോഗിക്കുന്നത് പോലും അതുവഴി വലിയൊരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട്. അമ്മ തെരേസ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർക്കാണ്. ശരിക്കും ഒരു ഹോളി വാട്ടറിൻ്റെ ഒരു തുള്ളി വീഴുന്നത് സാത്താൻ്റെ തലയിൽ തീ വീഴുന്ന പോലെയാണ്. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. മറ്റൊരു മേഖലയാണ്, നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനം, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ നമ്മുടെ കണ്ണുകളെ, കാതുകളെ, അധരങ്ങളെ, ഘ്രാണേന്ദ്രിയങ്ങളെ, അതരത്തെ, ശരീരത്തിന്റെ സ്പർശനം എല്ലാത്തിനെയും ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ എന്ന് തുടരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ ഒരു വിശുദ്ധീകരണം നടക്കുകയാണ്, ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. കൂദാശകൾ കൂടാതെ മറ്റൊരു കുറേ ഗണത്തിൽപ്പെട്ട കാര്യങ്ങളുണ്ട്. വ്യഞ്ചരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആനാമൾ ഉപയോഗിക്കുക, തിരുരക്തം കൊണ്ട് കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യമാണ്, നമ്മൾ ഒരു ദാനധർമ്മം കൊടുക്കുമ്പോൾ ദൈവം നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെവിടെ നമ്മൾ വായിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന് 41-ാം തിരുവചനം, നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ നോക്കിയേ, നമ്മൾ ദാനധർമ്മം കൊടുക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു, ശക്തീകരിക്കപ്പെടുന്നു. മറ്റൊരു മേഖലയാണ്, നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന ചില സഹനങ്ങൾ, കഷ്ടതകൾ നന്നായിട്ട് ഇങ്ങോട്ട് എടുത്തോ നമ്മൾ ശക്തിപ്പെടും, വിശുദ്ധീകരിക്കപ്പെടും. യേശയ്യാ പ്രവചനം 48:10, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ജെറമ്യാ 9:7, ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റിദ്ധാരണകള്, സഹനങ്ങള്, ഞെരുക്കങ്ങള്, വേദനകള്, കഷ്ടതകള് അതൊക്കെ തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു ശുദ്ധീകരണം അഥവാ വലിയൊരു ശക്തീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് ശുദ്ധീകരണത്തിലൂടെ ശക്തിപ്പെടാൻ കർത്താവിന്റെ ആത്മാവിന്റെ വിളി കേൾക്കുക. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന് വെളിപ്പെടുത്തിയ കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച് ഞങ്ങളെ വിളിച്ച കർത്താവേ, അങ്ങയുടെ മുൻപിൽ ഞങ്ങളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ ഇപ്പോൾ ശുദ്ധീകരിക്കണമേ. ശരീരം, മനസ്സ്, ആത്മാവ്, അവിടെയുള്ള എല്ലാ മേഖലയിലും വിശുദ്ധീകരണം നടക്കട്ടെ. കർത്താവ് രോഗപീഠകൾ, പൈശാചിക പീഠകൾ, പഴക്കദോഷങ്ങൾ, കർത്താവ് ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപപ്രവണതകൾ, കുടുംബത്തെ ശിഥിലമാക്കുന്ന സമസ്ത മേഖലകളും കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ ശക്തിയാൽ ഇപ്പോൾ കേട്ടഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാൽ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, സകല അശുദ്ധിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാൽ അഗ്നിയിറക്കി മനസ്സിന്റെ മേൽ സമസ്ത മേഖലകളും ഈശോയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാൽ അഗ്നിയിറക്കി കരങ്ങൾ ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ.